സർഗസൃഷ്ടിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഞാൻ ബിന്ദു സുരേഷ്, സർഗസൃഷ്ടിയുടെ അഡ്മിനലാണ്. ഏറെ സന്തോഷത്തോടെ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു. എത്രയെത്ര കവിതയും കഥയുമായാണ്, നല്ല നല്ല സൃഷ്ടികളുമായി നമ്മുടെ സർഗസൃഷ്ടിയെ സമ്പന്നമാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനിയും ഇനിയും എഴുതുക. എഴുത്തിൻ്റെ യാത്രയിൽ നമുക്ക് വീണ്ടും സർഗസൃഷ്ടിയിൽ കണ്ടുമുട്ടാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ആസ്വാദനവും ആലാപനവും എന്ന പരിപാടിയുമായാണ്. ആസ്വാദനവും ആലാപനവും എന്ന പരിപാടിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ പരിപാടിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ശ്രീ ശശിധരൻ കണ്ണങ്കോടിൻ്റെ വീണ്ടു വിചാരം എന്ന കവിതയാണ്. ഈ കവിതയിലെ കുറച്ച് വരികൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നു. മർത്യരായുള്ളവരെല്ലാവരും എപ്പോഴും മണ്ണിനും പെണ്ണിനും പൊന്നിനുമായി മതിമറന്നിട്ടിന്നോരോ നിമിഷവും മത്സരിക്കുന്നതെന്തിനെന്നറിയില്ല. 6 അടി മണ്ണിൻ്റെ അവകാശികൾ മാത്രം 1000 പറ കൊയ്യാൻ കിതയ്ക്കുന്നു എന്ന് തുടങ്ങി വയ്ക്കുന്നു കവി. ഇന്നിൻ്റെ വർത്തമാനകാലത്തിൻ്റെ മനുഷ്യരുടെ അതിവേഗമോടുന്ന കാലത്തിനൊപ്പം എത്താൻ തത്രപ്പെടുന്ന കാഴ്ചകൾ കവി ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്നു. സമ്പത്തിനു വേണ്ടി എന്ത് നെറുകേടും കാണിക്കാൻ മടിക്കാത്ത, ബന്ധങ്ങളെ വിലമതിക്കാത്ത ഒരു തലമുറയുടെ ബാക്കിപത്രമായി കുറേയേറെ ചിന്തകൾ നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയാണ് കവി. എല്ലാ വളർച്ചയ്ക്കുമൊടുവിൽ കാൽതെറ്റി വീണുപോകുന്ന മനുഷ്യരുടെ വീണ്ടു വിചാരമില്ലായ്മയെ കവി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആനുകാലിക വിഷയങ്ങളിൽ ഏറെ പ്രസക്തമായ ഇതാണ് ഈ കവിത. ഇനിയും ഇനിയും ഏറെ എഴുതുവാൻ കഴിയട്ടെ കവിക്ക്. ഇനിയും ഇത്തരം അക്ഷരമാലകളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.